ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വളരെ ക്വിക്കായിട്ട് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ക്യു ആർ കോഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേരിനായാലും അല്ലെങ്കിൽ അഡ്രസ്സ് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ കമ്പനി അഡ്രസ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ കമ്പനി അഡ്രസ്സ് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത് വെക്കുന്നതിന് പകരം എവിടെയായാലും നമുക്ക് ഈ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് സ്കാൻ ചെയ്ത് ആ അഡ്രസ്സ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് വളരെ ക്വിക്കായിട്ട് അതും എക്സൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ എക്സൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആഡ് ഇൻ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആഡ് ഇൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ആഡ് ഇൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സെക്കൻഡ് മെത്തേഡിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം അതിനുവേണ്ടി പോകേണ്ടത് ഇൻസേർട്ട് ടാബിലാണ്. ഇൻസേർട്ട് ടാബിൽ ഈ ഗെറ്റ് ആഡ് ഇൻസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെർച്ച് ബോക്സിൽ ക്യു ആർ ഫോർ ഓഫീസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ ക്യു ആർ ഫോർ ഓഫീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ആഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ക്യു ആർ ഫോർ ഓഫീസ് എന്നുള്ള സംഭവം വന്നതായിട്ട് കാണാം അല്ലേ. ഞാനിപ്പോൾ ഇവിടെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സൈറ്റിനാണ്. ഇവിടെ ഈ ഒരു അഡ്രസ്സ് മാറ്റിയിട്ട് avtechandtravel.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാം താഴെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്യു ആർ കോഡ് ഇവിടെ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് കാണാം. ഏത് കളറാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ക്യു ആർ കോഡിൻ്റെ സൈസും നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സെറ്റിങ്സും ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ക്യു ആർ കോഡ് ഇവിടെ എക്സൽ ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് ഈ ഒരു ക്യു ആർ കോഡിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ക്യു ആർ കോഡിനെ നമുക്ക് സേവ് ചെയ്ത് മറ്റെവിടെയെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഞാനിവിടെ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. വേർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതെടുത്തതിന് ശേഷം ഇതാ ഈ ഒരു JPG പിക്ചർ എന്നുള്ള ഫോമാറ്റിലാണ് ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമ്മുടെ ക്യു ആർ കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. മറ്റൊരു മെത്തേഡ് കൂടി യൂസ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്ത് വെക്കാം. അതായത് ഈ ഒരു ക്യു ആർ കോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ സേവ് ആസ് പിക്ചർ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എങ്ങനെയാണ് ഇതവിടെ വന്നിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ക്യു ആർ കോഡായിട്ട് തന്നെ ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഫോൺ എടുത്ത് ഇതിനെ സ്കാൻ ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്യുക, ഇതിൻ്റെ നേരെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് avtechandtravel എന്നുള്ള സൈറ്റ് ലിങ്ക് ഇവിടെ കാണാം അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സൈറ്റിലേക്ക് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യു ആർ ഫോർ ഓഫീസ് യൂസ് ചെയ്തിട്ട് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതില്ലാത്തവർക്ക് വേണ്ടി മറ്റൊരു മെത്തേഡ് കൂടി ഞാൻ പറയാം. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഷീറ്റ്സ് ആണ്. ഗൂഗിൾ ഷീറ്റ്സിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഐ കാർഡിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. എക്സലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പല ഫംഗ്ഷൻസും ഈ ഗൂഗിൾ ഷീറ്റിൽ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ജിമെയിൽ മാത്രമാണ്. അപ്പോൾ ഷീറ്റ്സ് ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബ്രൗസർ ഏതാണോ അതിലേക്ക് വന്നിട്ട് sheets.new എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജിമെയിലുള്ള എല്ലാവർക്കും തന്നെയും ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഷീറ്റ്സ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ avtechandtravelൻ്റെ വെബ്സൈറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഓരോ സെല്ലിലായിട്ട് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ സെല്ലിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഇമേജ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ പഴയ വേർഷനാണ് എക്സൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇമേജ് ഫംഗ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സെല്ലിലാണ് നമ്മൾ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കൊരു API സർവീസ് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് ക്വിക്ക് ചാർട്ട് എന്നുള്ള ഒരു സൈറ്റാണ്. ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ലിങ്ക് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതൊന്ന് കോപ്പി ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ഈക്വൽ ടു വരെയാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. Ctrl+C
ദെൻ നമ്മൾ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് എടുക്കുകയാണ്. അവിടെ ഈക്വൽ ടു IMAGE അതായത് ഇമേജ് ഫംഗ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ തന്നെ വരുന്നുണ്ട്. ടാബ് കീ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക. ദെൻ ഈ പാരന്തസിസിനുള്ളിൽ നമ്മളൊരു കോഡ്സ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്ത സംഭവം Ctrl+V അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് കോഡ്സ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ദെൻ ആംബർസാൻഡ് എന്നുള്ള സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് എവിടെയാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ആ സെല്ല് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ A1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യാം, എൻ്റർ കീ പ്രസ് ചെയ്യാം. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് അലൗ ആക്സസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ QR കോഡ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് താഴെയുള്ള സെല്ലിലേക്കും കൂടി നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് പേജിനും QR കോഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ സെല്ലിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഇമേജ്, അതായത് വലിയ QR കോഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിതാ ഫോൺ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. ഇതാ ഫസ്റ്റ് സെല്ല് സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ നേരെ എവി ടെക് ആൻഡ് ട്രാവലിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇനി സെക്കൻഡ് സെല്ല് കൂടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. നമ്മൾ നേരെ ഫേസ്ബുക്ക് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. കമ്പനിക്കായാലും അല്ലെങ്കിൽ ഓഫീസ് അഡ്രസ്സിനായാലും ഏതൊരു വെബ്സൈറ്റിനായാലും നിങ്ങളുടെ പേരിന് പോലും നിങ്ങൾക്ക് QR കോഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.